ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് കൂടി നമുക്ക് പോകാം. കോഴിക്കോട് ചേളന്നൂരിൽ ഡാനിഷ് ഡയറി ഫാമിനെതിരെ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. അനധികൃതമായി പ്രവർത്തിക്കുന്ന ഈ പശു വളർത്തൽ കേന്ദ്രം പൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ തങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഫാം ഉടമ ഡാനിഷ് മജീദ് പറയുന്നത്. പരിസ്ഥിതിക്കും ജീവനും തന്നെ ഭീഷണിയാകുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഡാനിഷ് ഡയറി ഫാമിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന പശു വളർത്തൽ കേന്ദ്രം കാരണം വീടുകളിലേക്ക് മലിനജലം ഒഴുകി വരുന്നതായും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായും നാട്ടുകാർ പറഞ്ഞു. പൗരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനകീയ മാർച്ചിൽ പ്രദേശവാസികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഫാം അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നും കെട്ടിട നമ്പർ പോലും ഇല്ലാതെയാണ് ഫാമിന്റെ പ്രവർത്തനമെന്നും സമരസമിതി കൺവീനർ ഗിരീഷ് പറഞ്ഞു. പഞ്ചായത്തിൽ ലൈസൻസിന് അപേക്ഷിച്ചിട്ട് പോലുമില്ല, പൊല്യൂഷൻ കൺട്രോളിൽ അപേക്ഷിച്ചിട്ടില്ല. തൊട്ടടുത്ത സമീപത്തുള്ള വീടുകളിൽ നിന്ന് പിന്നുള്ള ഒരു കൺസെന്റ് പോലും ഈ സ്ഥാപനത്തിന്റെ ആളുകൾ വാങ്ങിയിട്ടില്ല. 20ഓളം പശുക്കളെ തുടക്കത്തിൽ കൊണ്ടുവന്ന് ഇന്ന് 30ഓളം പശുക്കൾ ഈ ഫാമിൽ ഉണ്ട്. അതിൽ നിന്ന് ഉണ്ടാവുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരു സംവിധാന അവാർഡ് ഫാമിന്റെ അകത്ത് ഉണ്ടാക്കിയിട്ടില്ല. ഈ ഫാമിൽ വരുന്ന മാലിന്യങ്ങളും മൂത്രവും മറ്റും തൊഴുത്ത് കഴുകുന്ന വെള്ളവും എല്ലാം തുറസ്സായ പൊതുസ്ഥലങ്ങളിലേക്ക് ഒഴുക്കി വിടുന്ന സമീപനമാണ് സ്വീകരിച്ചത്. എന്നാൽ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നാണ് ഫാം ഉടമ ഡാനിഷ് മജീദ് പറയുന്നത്. ഫാം പ്രവർത്തിക്കുന്നതിന് പഞ്ചായത്തിൽ നിന്ന് അനുമതിയുണ്ടെന്നും ഡാനിഷ് മജീദ് പറഞ്ഞു. അത് ഫുള്ളി ഹൈടെക് ഫാമാണ്. ഈ ഫാമിൽ ഫുള്ളി ബയോസെക്യൂരിറ്റി ഏരിയയാണ്. ഈ ഏരിയ കംപ്ലീറ്റ്. ഈ മാലിന്യം സംസ്കരിക്കാനുള്ള പ്രത്യേക ടാങ്കും അതുപോലെ തന്നെ ചാണകം പ്രത്യേകം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് UV ഷീറ്റ് ഇട്ടിരിക്കുന്ന ഡങ് പിറ്റും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. ഒരു വേസ്റ്റ് പോലും ഞങ്ങൾ ഒരു റോഡിലേക്ക് ഒഴുക്കുന്നില്ല. യൂറിനും ഈ ആലകേകിയ വെള്ളവും മാത്രമാണ് ഞങ്ങളെ പറമ്പിലേക്ക് അടിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പേ രാത്രി 7 മണിക്ക് എൻ്റെ പ്രോപ്പർട്ടിയിൽ അതിക്രമിച്ച് കയറിയിട്ട് ഈ വേസ്റ്റിൻ്റെ പൈപ്പ് റോഡിലേക്ക് എടുത്തിട്ട് അവർ തന്നെയാണ്. ഇത് ഫാം പൂട്ടിക്കാൻ വേറെ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ട് ഒരു ചെയ്തു വെച്ച പണിയാണ്. ആർക്കും ആണെങ്കിലും വന്ന് നോക്കാം, ഏത് ചാനലിലും വന്ന് നോക്കാം ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത്. ഫാമിന്റെ പ്രവൃത്തി ഇനിയും തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ഘടിപ്പിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.